Good morning, everyone. Good morning, ma'am. Good morning, ma'am. On Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Happy morning. Assalamualaikum Selamat. warahmatullahi. Alaikum. മറ്റൊരു മനോഹരമായ ദിവസത്തിലേക്ക് കടക്കുകയാണല്ലേ. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കൂളായി കാമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാന് കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു ടോപ്പിക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ദെൻ ഇന്ന് ഞാൻ അതിനുള്ള ഉത്തരവായിട്ടാണ് വന്നിട്ടുള്ളത്, ടൈം മാനേജ്മെന്റ്. പറയുന്നുണ്ടായിരുന്നു അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക് ആണ്. ജസ്റ്റ് പറഞ്ഞു പോകേണ്ടതല്ല, നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ടെക്നിക്സുകളെ പറ്റി മനസ്സിലാക്കണം. അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് അറിയണം. അപ്പൊ കുറച്ച് കൂടുതലായിട്ട് അതിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടൈം മാനേജ്മെന്റ് എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തീരില്ല. ഡെഫിനറ്റ്ലി 2-3 ദിവസം എടുക്കും. നമുക്ക് പാർട്ടായിട്ട് അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലത് ഇൻ ഡെപ്തില് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലോട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലേ, 24 hours നമുക്ക് സമയം തികയുന്നില്ല, നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാനും എന്ന് അറിയുന്നില്ല, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നു. അപ്പൊ ഇതിനെല്ലാം പറ്റി അത് എന്തുകൊണ്ടാന്നുള്ള ഡൗട്ട്സ് വരുന്നു. വാട്ട് ഈസ് ദ റീസൺ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഡെഡ് ലൈൻസ് മിസ്സായി പോകുന്നു. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മടി പിടിക്കുന്നു, പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആകെ തുക എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് അറിയണമെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളൊരു സ്റ്റഡി നടത്തേണ്ടിയിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ അത് സ്റ്റഡീസ് മാത്രമല്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അറിഞ്ഞു, എനിക്ക് മനസ്സിലായി, തന്നെ അതവിടെ കിടക്കട്ടെ, അങ്ങനെയല്ല. അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. എങ്കിലും നമ്മൾ ഈ ഒരു പറഞ്ഞതിലോ പഠിച്ചതിലോ എല്ലാം കാര്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു കാര്യം മുഴുവനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണം. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ക്രമേണ നമ്മളിത് ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറുമ്പോൾ, കുറച്ചു കാലം സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ ഹാബിറ്റായി മാറും. ഹാബിറ്റായി മാറിയതിനു ശേഷം നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിലേക്ക് ഇതെല്ലാം കയറി വരുന്നതായിട്ടും, നമ്മുടെ ലൈഫ് കുറച്ച് സ്മൂത്ത് ആയി പോകുന്നതായിട്ടും, നമ്മുടെ കാര്യങ്ങളെല്ലാം കുറച്ച് സ്മൂത്ത്ലി പോകുന്നതായിട്ടും, നമുക്ക് ഈ സമയത്തിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. Are you interested? Yes or no? Just comment below. ഈ ഒരു ടോപ്പിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എത്രത്തോളം ഇഷ്ടമാണ്, താല്പര്യമുണ്ട് എന്നുള്ളതൊരു കമന്റ് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു യെസ് എന്നുള്ളത് കൊടുക്കാം. Yes, great. Yes. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഓൾവേസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ആളുകൾ വീഡിയോയിൽ വരിക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡിങ്
ടൈം മാനേജ്മെന്റ്. നമ്മൾ ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഇതെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഗ്രേറ്റ്. അണ്ടർസ്റ്റാൻഡിങ് ടൈം മാനേജ്മെന്റ്. നമുക്ക് ടൈം മാനേജ്മെന്റ് എന്താ എന്നുള്ളത് മനസ്സിലാക്കണം. വെറുതെ വാക്കാൽ പറയുന്നതല്ല ഇതൊരു വലിയ പ്രോസസ്സാണ്. ദെൻ ഇതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ടൈം മാനേജ്മെന്റ്. വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ്? എന്താണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ്? എന്താണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഹൗ മച്ച് ടൈം യു സ്പെൻഡ് ഓൺ സ്പെസിഫിക് ആക്ടിവിറ്റീസ്. ഒരു പ്രത്യേകതരം ആക്ടിവിറ്റീസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റികളിലും നമ്മളുടെ പ്ലാനിങ് എങ്ങനെയാണ്, നമ്മൾ ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ ആ ടൈമിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. 24/7 എന്നുള്ള ഒരു ടൈം, അല്ലെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസത്തിലെ ടൈം എന്ന് പറയുന്നതിൽ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഇതിനെല്ലാം നമ്മുടെ മൊത്തത്തിൽ മാറ്റി വെക്കുന്നു. കാരണം നമുക്ക് ആക്ടിവിറ്റീസുകൾ എന്ന് പറയുമ്പോൾ, നമ്മുടെ ടാസ്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ള വർക്കോ നമ്മുടെ ഡ്യൂട്ടീസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ മാത്രമല്ല, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടി സമയം മാറ്റി വെക്കേണ്ടി വരും അല്ലെ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയം വേണം, നമുക്ക് എക്സസൈസ് ചെയ്യാൻ സമയം വേണം, നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം വേണം, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ കണക്ട് ചെയ്യാനുള്ള സമയം വേണം, നമ്മുടെ പാഷന് വേണ്ടി സമയം വേണം, നമ്മുടെ വർക്ക്സിന് വേണ്ടി, ജോബിന് വേണ്ടിയുള്ള സമയം വേണം, ഇനി അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണെങ്കിലും അതിനുള്ള സമയം വേണം, ഉറക്കത്തിനുള്ള സമയം വേണം, ഇടയിലൊരു നാപ്പ് കൊടുക്കാനുള്ള സമയം വേണം, റിലാക്സ് ചെയ്യാനുള്ള സമയം വേണം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമുക്ക് സ്വന്തം മാറ്റി വെക്കാനും, നമ്മുടെ കടമകൾ ചെയ്യാനും, നമ്മുടെ വർക്ക്സ് ചെയ്യാനും മറ്റുള്ളതിനും എല്ലാത്തിനും സമയം വേണം. then ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സമയം തികയാതെ വരും. അതിൻ്റെ ഇടയിൽ കൃത്യമായ പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം താളം തെറ്റിപ്പോവും. ദെൻ ഒരെണ്ണം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് നമുക്ക് എത്തും. നമ്മുടെ മുന്നിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ട്, പക്ഷെ ഇതിൽ ഒരെണ്ണം പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നമുക്ക് എത്തിപ്പെടും. ദെൻ അതിനെന്ത് വേണം? ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ഈ 24 hours എന്നുള്ളതിനെ നമുക്ക് കൃത്യമായി നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് മാറ്റി വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഒരു കൃത്യമായ പ്ലാനർ വേണം. പ്രയോറിറ്റീസ് ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റണം. then that is ടൈം മാനേജ്മെന്റ്. അതാണ് ടൈം മാനേജ്മെന്റ്. എക്സിക്യൂട്ടിംഗ് ടാസ്ക്. നമുക്ക് ഉള്ള ഓരോ ടാസ്കുകളെയും നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. ഷെഡ്യൂളിംഗ്. അലോക്കേറ്റിംഗ് സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് ഫോർ ആക്ടിവിറ്റീസ്. നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഓരോന്നിനും വേണ്ടി ഓരോ ടൈം, ആ ഒരു സമയം കൃത്യമായി അതിന് മാത്രം വിനിയോഗിക്കുന്നു. അത് കഴിഞ്ഞാൽ then അത് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചുകൊണ്ട് മൂവ് ഓൺ നെക്സ്റ്റ്, അടുത്തതിലേക്ക് നമ്മൾ നീങ്ങി പോകുന്നു. ഈ രീതിയിൽ നമ്മൾ ഒരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുന്നു. ഇതിലെല്ലാം ഉൾപ്പെടണം. നോട്ട് ഓൺലി അവർ വർക്ക്സ് ആൻഡ് ജോബ്സ്, ആ ഒരു കാര്യങ്ങളോ നമ്മുടെ ടാസ്കുകളോ മാത്രമല്ല, നമ്മുടെ കംപ്ലീറ്റ്ലി ഡെയിലി റുട്ടീൻ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം. അതിനെല്ലാം നമ്മൾ സമയം മാറ്റി വെക്കണം. ഇതിനെല്ലാം നമ്മൾ കൃത്യമായ ഒരു ഷെഡ്യൂൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ടൈം പ്ലാൻ ചെയ്യാൻ, നമ്മളൊരു ഷെഡ്യൂൾ തയ്യാറാക്കാൻ, നമ്മളൊരു പ്ലാനർ റെഡിയാക്കാൻ. ഇതിലെല്ലാം എല്ലാം ഉൾപ്പെട്ടിരിക്കണം. നോട്ട് ഓൺലി നമ്മുടെ വർക്ക്സ് മാത്രമല്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഡെഡ് ലൈൻസും ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടിട്ട് വേണം ഈ ഒരു പ്ലാനർ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ അതിന് ഒരു പൂർണ്ണത ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ
നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകും. കാരണം നമ്മുടെ വർക്ക്സ് എല്ലാം പ്രോപ്പറായി നടക്കുന്നുണ്ട്. ദെൻ വാട്ട് അബൌട്ട് അവർ ലൈഫ്? നമ്മുടെ ലൈഫ് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ ഈസി ത്രൂ അല്ലെങ്കിൽ സ്മൂത്ത്ലി ആയിട്ട് പോവാൻ സാധിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിലുള്ള പാകപ്പിഴകളാണ് അതെല്ലാം സംഭവിക്കുന്നത്. ദെൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ അതൊരു സ്മൂത്ത് ആയി പോവുള്ളൂ. നമ്മൾ റിലാക്സ്ഡ് ആവുള്ളൂ. റിലാക്സേഷൻ ടൈം നമുക്ക് വേണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടി സമയം മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാവണം. ആൻഡ് ദാറ്റ് ഈസ് ഇങ്ങനെയാണ് ടൈം മാനേജ്മെന്റിന്റെ. ദെൻ എന്താണ്? ഗോൾ സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഗോൾ, കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഇറ്റ് ഈസ് ദാറ്റ്? ഗോൾ സെറ്റിങ്ങിനെ പറ്റി മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? കൃത്യമായ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഗോൾ സെറ്റിങ്ങിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് ഗോൾസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? സ്മാർട്ട് ഗോൾസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു ഗോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. ആഫ്റ്റർ 5 years, ആഫ്റ്റർ 10 years, അല്ലെങ്കിൽ എന്റെ കരിയർ എങ്ങനെ ആയിരിക്കണം, എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, ഞാൻ അതിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ദെൻ ദാറ്റ് ഈസ് ഗോൾ സെറ്റിംഗ്. ആഫ്റ്റർ 5 years ഞാൻ ഈ ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. എന്റെ കമ്പനി ഇങ്ങനെ ആയിരിക്കും, എന്റെ വർക്ക് ഇങ്ങനെ ആയിരിക്കും, എന്റെ കരിയർ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഐ നീഡ് ടു ബി ദാറ്റ്. എനിക്ക് അങ്ങനെ ആയി മാറണം. എനിക്ക് ഒരു രീതിയിൽ അക്കാദമിക്കലി എനിക്ക് കയറി വരണം, അല്ലെങ്കിൽ എന്റെ കമ്പനി ഇത്രയും ഇംപ്രൂവ് ആയി വരണം. എനിക്ക് ഈ ഇന്ന കാര്യങ്ങളെല്ലാം എന്റെ ലൈഫിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. ഇതെല്ലാം നമ്മുടെ ഗോൾ സെറ്റിങ്ങിന്റെ ഭാഗമാണ്. ഡെഫിനറ്റ്ലി എനിക്കൊരു 10 kilos, ഒരു 15 kilos എനിക്ക് കുറഞ്ഞു വരണം. എന്റെ ഹെൽത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ എനിക്ക് എന്താണ്, ഒരു ആഫ്റ്റർ 1 year ഞാൻ ഒരു 10 kilo കുറച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഗോൾ സെറ്റിങ്ങിന്റെ ഭാഗമാണ്. സോ ദെൻ എന്താണ്, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നു. ദെൻ അതൊരു ഗോൾ സെറ്റിങ്ങിന്റെ ഭാഗമാണ്. എന്റെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് വളരെ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്റെ ആക്സന്റ് കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കണം. കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ ആക്സന്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റണം. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം. അത് ഒരു ഇത്ര കാലയളവ് നമ്മൾ ഡെഡ് ലൈൻ കൊടുക്കണം. ആ സമയമാകുമ്പോഴേക്കും ഞാൻ അത് മാറ്റിയിരിക്കും. ദെൻ ദാറ്റ് ഈസ് ഗോൾ സെറ്റിംഗ്. അതൊരു ഗോൾ സെറ്റിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് കൃത്യമായ ഒരു അജണ്ട, നമുക്ക് ഏത് രീതിയിലോട്ട് നമ്മൾ എത്തണം, എങ്ങനെ നമ്മൾ ആവണം എന്നുള്ളതൊരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷൻ നമ്മൾ വരുത്തുന്നതാണ് ഗോൾ സെറ്റിംഗ്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്മാർട്ട് ഗോൾസ്. ദെൻ പ്രയോറിറ്റൈസിങ്, ഡിറ്റർമൈനിങ് ദി ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ ടാസ്ക്. നമുക്ക് ഉള്ള ടാസ്കുകളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെഡ്യൂൾ ചെയ്യുന്നു. നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞു, കൃത്യമായ പ്ലാൻ നമുക്ക് വേണമെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദാറ്റ്? പ്രയോറിറ്റൈസിങ് ആണ്. ഈ പ്രയോറിറ്റൈസിങ്ങിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു, അത്രത്തോളം നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയി മാറും. സോ നമ്മുടെ പ്രയോറിറ്റി എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ടാസ്കുകളെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. There will be a technique there. What is that? Eisenhower's technique. അതിനെ കൃത്യമായി ഞാൻ അടുത്ത സെഷനുകളിലായിട്ട് അതൊരു ടെക്നിക്ക് കൃത്യമായി പറയുന്നതായിരിക്കും. ദെൻ അതെന്താന്ന് വെച്ചാൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഈ ഒരു രീതിയിൽ നമ്മൾ ടാസ്കുകളെ എന്ത് ചെയ്യാന്നതാണ്, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ആ ഒരു ടെക്നിക്കിനെ യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രയോറിറ്റൈസിങ്. പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ടാസ്കുകളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്. മേ ബി നമ്മുടെ പാഷൻ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി റിലാക്സിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. മേ ബി നമ്മുടെ കരിയർ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ദാറ്റ്? നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ഏതാണോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണോ,
നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണോ ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈം ഷെഡ്യൂൾ ചെയ്യുന്നു. ദെൻ ദാറ്റ് ഈസ് എന്താണ് പ്രയോറിറ്റൈസിങ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, പ്രയോറിറ്റൈസ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ്? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു പ്ലാനിങ് ആണ്. പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ടൈം. ടൈമിനെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സാണ് എന്ത്, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടിംഗ് ടാസ്കുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു, കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുന്നു, ദെൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടതിനെ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് വാട്ട് ഈസ് അവർ പ്രയോറിറ്റി എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ദാറ്റ് ഈസ് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ അല്ലെ? എനി അതർ ഡൗട്ട്സ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ടോ? യെസ് ഓർ നോ? ഡെഫിനറ്റ്ലി ഒന്നുകൂടെ പറയാം. ടൈം മാനേജ്മെന്റ്, the process of planning and controlling. Process of planning and controlling how much time to spend on specific activities. നമ്മുടെ കൃത്യമായ ഓരോ ആക്ടിവിറ്റീസിലൂടെയും നമ്മുടെ പ്ലാനിങ്, കൺട്രോളിങ്, ടൈമിനെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടിംഗ് ടാസ്കുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ക്യാരിയിങ് ഔട്ട് പ്ലാൻഡ് ടാസ്ക് എഫിഷ്യന്റ്ലി നമ്മുടെ ടാസ്കുകളെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. ദെൻ സ്കെഡ്യൂളിംഗ്, എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യുന്നു, സ്പെസിഫിക് ടൈം സ്ലോട്ട്സ് നമ്മൾ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തരം ആക്ടിവിറ്റീസിനെയും, നോട്ട് ഓൺലി അവർ വർക്ക്സ് ആൻഡ് ജോബ്സ് ഓ പാഷൻ, വർക്ക്സിനെയും ജോബിനെയും പാഷന് വേണ്ടി മാത്രമല്ലാതെ, നമ്മുടെ ഡ്യൂട്ടീസിനോ മാത്രമല്ല, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ ഹെൽത്ത്, അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഇൻവോൾവ്, നമ്മളൊരു ഡേയില് നമ്മൾ ചെയ്യേണ്ട കൃത്യമായ നമ്മുടെ എല്ലാ തരം കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ്ലി ഒരു ഡേ മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ടൈം മുഴുവൻ ആ ഒരു അതിനു വേണ്ടി മാത്രമായി സ്പെൻഡ് ചെയ്യാണ്ട് എല്ലാത്തിനും സമയം കണ്ടെത്തണം. നമുക്ക് ഉറങ്ങാൻ സമയം കണ്ടെത്തണം, നമ്മുടെ ഹെൽത്തിന് സമയം കണ്ടെത്തണം, ഭക്ഷണത്തിന് സമയം കണ്ടെത്തണം. ഇങ്ങനെ കൃത്യമായി ഓരോന്നിനും ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അതിനെല്ലാം നമ്മൾ കൃത്യമായ ഒരു സമയം മാറ്റി വെച്ചുകൊണ്ട് സ്കെഡ്യൂൾ ചെയ്യണം. ദാറ്റ് ഈസ് സ്കെഡ്യൂളിംഗ്. ദെൻ പിന്നെന്താ വരുന്നത്, ഗോൾ സെറ്റിംഗ് ആണ് വരുന്നത്. ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദാറ്റ് ഈസ് നമുക്ക് കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആഫ്റ്റർ 1 year, ആഫ്റ്റർ 5 year, ആഫ്റ്റർ 10 year, ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, നമുക്ക് എങ്ങനെയൊക്കെ മാറണം, അബൌട്ട് അവർ കരിയർ, അബൌട്ട് അവർ റിലേഷൻഷിപ്പ്, അബൌട്ട് അവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, അബൌട്ട് അവർ ബിസിനസ്, അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും നമ്മൾ കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇത്ര സമയം കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്ത് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ട് അതിലെ ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്താണ്, പ്രയോറിറ്റൈസിങ്, ഡിറ്റർമൈനിങ് ദ ഓർഡർ ആൻഡ് ഇമ്പോർട്ടൻസ് ഫോർ ടാസ്ക്. നമ്മുടെ ഓരോ ടാസ്കുകൾ, നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. ദെൻ അതിനെ ഒരു ഓർഡർ കൊടുക്കണം. കൃത്യമായ ഒരു ഓർഡറിൽ വേണം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും. അതിനെ നമ്മൾ എങ്ങനെയാണ് ഓർഡർ കൊടുക്കുന്നത്, അതിനൊരു ഓർഡറിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലൂടെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്താണോ അതിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യും. അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുക. പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ സാധ്യതകൾ വരുന്നു, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകുന്നു. Then what happened? നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസിങ് is another important thing.
നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് എന്താണ് നമ്മുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പോ? ഓക്കെ, ക്ലിയർ. താങ്ക് യു. ദെൻ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. യെസ്, ക്ലിയർലി നമ്മൾ ടൈം മാനേജ്മെന്റ് എന്താണെന്ന് കൃത്യമായി വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ ഇതിന്റെ ഓരോ വേർഷൻ ഉണ്ട്. നെക്സ്റ്റ് വേർഷൻ എന്താണെന്ന് വെച്ചാല് വാട്ട് ഈസ് നെക്സ്റ്റ്? ടൈം വേസ്റ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പരാതികൾ പറയുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കുള്ള വിഷയം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ടൈമിനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാതികൾ അല്ലെ. നമ്മുടെ ഏറ്റവും വലിയ പരാതി എന്താണ്? ടൈമിനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാതി. യെസ് ഓർ നോ? കൃത്യമായി നമുക്ക് ആ ഒരു ടൈമിനെ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു പോകുന്നു. അത് എങ്ങനെയാണ് വേസ്റ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ ടൈം എല്ലാം വേസ്റ്റ് ചെയ്യപ്പെടുന്നത്? then നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ടൈം എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് കടക്കാം. വി ആൾ ഹാവ്. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? നമുക്ക് എന്താണ് എല്ലാവർക്കും 24 hours ആണ് നമുക്ക് ടൈം ഉള്ളത്. ടൈം ഈസ് ലിമിറ്റഡ് സോഴ്സ്. വളരെ ചുരുങ്ങിയ ഒരു സമയം 24 hours എന്ന് പറയുന്നു. ഇതെല്ലാവർക്കും സെയിം ആണ്. എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഇതിലധികം സമയം കിട്ടുന്നില്ല. ഇതിൽ കുറഞ്ഞോ കൂടിയോ സമയം കിട്ടുന്നില്ല. പിന്നെ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ കൃത്യമായി അത് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട്, എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ടൈം കുറെ വേസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് കൊണ്ട് അല്ലെ. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവങ്ങളെല്ലാം വരുന്നത്. നമ്മൾ കൃത്യമായി ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യേണ്ട, നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാൻ സാധിക്കുന്നു. നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. പുവർ ടൈം മാനേജ്മെന്റിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ഡെഡ് ലൈൻസ് മിസ് ചെയ്യപ്പെടുന്നു, ഇൻക്രീസ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട് അല്ലെ. നമുക്ക് കൃത്യമായി ഡെഡ് ലൈൻ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്കത് മിസ്സായി പോവുകയാണ്. ദെൻ എന്താണ്? നമുക്ക് സ്ട്രെസ് വരുന്നു, ബേൺ ഔട്ട് ആയി പോകുന്നു. വാട്ട് ഹാപ്പൻ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുമ്പൊരു കുറെ സെഷനുകളിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ കൃത്യമായ ഒരു രീതിയിൽ പോകുന്നിടത്ത് നിന്ന് നമുക്കത് മിസ്സായി പോകുന്ന സാഹചര്യം, നമ്മൾ ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുന്ന ഒരു കാര്യമാണ് ഫ്രസ്ട്രേഷൻ. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി മാറും. ദെൻ ഇറ്റ് വിൽ ടേൺ ടു ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ, ഹൈപ്പോത്തിസിസ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരുന്നു. നമുക്ക് ദേഷ്യം വരുന്നു, അഗ്രഷനിലോട്ട് കടക്കുന്നു, നമ്മൾ സ്ട്രെസ് ആവുന്നു, ബേൺ ഔട്ട് ആവുന്നു. ഇതാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ പുവർ ടൈം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരിക. ഇങ്ങനെ ഒരു കാര്യം വരാൻ പുവർ ടൈം മാനേജ്മെന്റ് ഒരു റീസൺ ആണ്. വേറെ കാരണങ്ങൾ വരും. അതിന്റെ ഒരു റീസൺ ഒരെണ്ണം ഇതാണ്. നമുക്ക് ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ലാക്ക് ഓഫ് മോട്ടിവേഷൻ വരും. നമുക്ക് അയ്യോ ഇനി ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല, നമ്മളാകെ തളർന്നു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കുറെ കാര്യങ്ങളെല്ലാം മുടങ്ങി കിടക്കുകയാണ്, മുടങ്ങി പോവുകയാണ്, വിചാരിച്ച മാതിരി ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം പുവർ ടൈം മാനേജ്മെന്റിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. നമ്മുടെ ലൈഫും വർക്കിനെ എല്ലാം കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ, വർക്ക് ആൻഡ് ലൈഫ് കൃത്യമായി ബാലൻസ് ചെയ്തു പോകണം. ദാറ്റ് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആൻഡ് വർക്ക്. നമ്മുടെ കരിയറിനെയും വർക്കിനെയും ബിസിനസിനെയും വാട്ടെവർ ഇറ്റ് ഈസ് നമ്മുടെ പാഷൻ ആണെങ്കിൽ അതിന്റെ കൂടെ യെസ് ഇതിനെല്ലാം കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. ഒരെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലോട്ട് വരരുത്. എല്ലാം കൃത്യമായി ബാലൻസ് ചെയ്യാൻ പറ്റണം.
അവിടെ ഞാൻ എപ്പോഴും ബിസിയാണ്, എനിക്ക് എപ്പോഴും ജോലിയുണ്ട്, ഞാൻ എപ്പോഴും ബിസിനസ് മാൻ ആണ്. സോ ദെൻ എനിക്ക് ഇതിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വീട്ടിലെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിലോ മറ്റുള്ള കാര്യങ്ങളിലോ എനിക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. ദെൻ അതും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. കുറച്ചൊക്കെ സമയം നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ അതെല്ലാം ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനെല്ലാം ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കൃത്യമായി സ്മൂത്ത് ആയി പോകും. ദെൻ ദാറ്റ് ഈസ് എന്താണ്, ഫോർ ടൈം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് ബാലൻസ് അല്ലാതെ പോകുന്നത്. ദെൻ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ്? നമുക്ക് ഗോൾസ് എല്ലാം പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ച് നേരത്തെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഈസി ആവുന്നു. കാരണം നമുക്ക് മുന്നിൽ എന്താണ്, നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും അതുപോലെ തന്നെ വെൽ ബീയിങ്ങിനൊക്കെ നമുക്ക് കൂടുതലായിട്ട് ടൈം കിട്ടുന്നു. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, എനിക്ക് വർക്കാണ്, ഡ്യൂട്ടീസ് ആണ്, മറ്റുള്ള കാര്യങ്ങളുടെ ഇടയിൽ എനിക്ക് എന്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈമിനെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും നമ്മുടെ മറ്റുള്ള ആക്ടിവിറ്റീസിനെയും എല്ലാം അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ടൈമിനെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനോ നമ്മുടെ വെൽ ബീയിങ്ങിനോ നമുക്ക് ടൈം മാറ്റി വെക്കാൻ സാധിക്കുന്നു. ദെൻ അതിന് കൂടുതലായിട്ട് നമുക്ക് സമയം കിട്ടുന്നു, നമുക്ക് എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ റെപ്യൂട്ടേഷനും പെർഫോമൻസിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ബിക്കോസ് നമ്മൾ എന്താണ്, നമ്മൾ സ്ട്രെസ്ഡ് അല്ല. ദെൻ വാട്ട് ഈസ് ദാറ്റ്, നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായി മനസ്സിലാക്കി ദെൻ നെക്സ്റ്റ് കൺക്ലൂഷൻ ആണ് ദെൻ കോൾ ടു ആക്ഷൻ. നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണം. ദെൻ ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് ടൈം വേസ്റ്റേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ടൈം വേസ്റ്റേഴ്സ് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ടൈം വേസ്റ്റിംഗ്, എന്താണ് ടൈം വേസ്റ്റേഴ്സ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് വേണം ആ ഒരു കാര്യത്തെ നമ്മൾ മാറ്റിവെക്കാൻ. നമ്മൾ ടൈം മാനേജ്മെന്റ് പഠിച്ചു, ദെൻ നമുക്ക് ടൈം എങ്ങനെ വേസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കോമൺ ആയിട്ടുള്ള ടൈം വേസ്റ്റേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസുകള്, ഹാബിറ്റ്സുകള്, ഡിസ്ട്രാക്ഷൻസ്, ഇതൊക്കെയാണ് കോമൺ. നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ റീസൺ ആയിരിക്കും. ദെൻ ചില ആക്ടിവിറ്റീസുകൾ, ചില ഡിസ്ട്രാക്ഷൻസ്, ഇതെല്ലാം വരും. ദെൻ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, രണ്ടും ഉണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസും വരാം, ഇന്റേണൽ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസും വരാം. ആൻഡ് കൺസ്യൂം ടൈം വിത്തൗട്ട് ആഡിങ് റിയൽ വാല്യൂ ഓർ കോൺട്രിബ്യൂട്ടിങ് ടു ഗോൾസ്. നമ്മുടെ ഗോൾസിലേക്ക് ഒരു വാല്യൂ കൊടുക്കാതെയോ നമ്മുടെ ഒരു കൃത്യമായി നമുക്ക് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈമിനെ മാറ്റി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ടൈമിനെ അധികമായി അവര് കൺസ്യൂം ചെയ്യുന്ന രീതിയിലോട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടൈം വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ദാറ്റ് ഈസ് ദ ഇമ്പാക്ട്. ദ റെഡ്യൂസ് അവർ പ്രൊഡക്ടിവിറ്റി. നമുക്ക് പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. കൃത്യമായി കാര്യങ്ങൾ അലൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട്, ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് വരുന്നു, നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നു. എഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ്മെന്റിന് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുന്നു. ദെൻ ഇന്റേണൽ ടൈം വേസ്റ്റേഴ്സ്. എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ടൈം വേസ്റ്റിംഗ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷനെ പറ്റി നമ്മളൊരു സെഷൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ് ഓർ നോ? ഡോണ്ട് യു റിമെമ്പർ? ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? പ്രൊക്രാസ്റ്റിനേഷനെ പറ്റി നമ്മളൊരു സെഷൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. ദെൻ എന്താണ് പെർഫെക്ഷനിസം. അടുത്തത് എന്താണ്? ലാക്ക് ഓഫ് ഗോൾസ്, ഡിസോർഗനൈസേഷൻ. ഇതാണ് ഇന്റേണൽ ആയിട്ട് വരുന്ന ടൈം വേസ്റ്റേഴ്സ്. ഇന്റേണൽ ആയിട്ട് വരുന്ന ടൈം വേസ്റ്റിംഗ് എന്താണ്? ഇതെല്ലാമാണ്. Delaying important task in favor for easier or more enjoyable one.
നമ്മൾ ടാസ്കുകൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരുപാട് സമയം എന്ത് ചെയ്യുന്നു, അതിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം ഒരുപോലെ ചെയ്യുന്നില്ല, നീട്ടി വെക്കുന്നു. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ആദ്യം എടുക്കുന്നു, ദെൻ അത് മാത്രം ചെയ്തു പോകുന്നു. മറ്റേത് കുറച്ച് ടാസ്ക് ബുദ്ധിമുട്ടുള്ളതല്ലേ, അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അത് അവിടെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. ദെൻ പിന്നെ നമുക്ക് അത് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. എടുത്താൽ തന്നെ കൃത്യമായി അത് എക്സിക്യൂട്ട് ചെയ്യാനോ അത് കൃത്യമായി റെഡിയാക്കി എടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായി അതിനെ അലൈൻ ചെയ്യാനോ ഒന്നുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. ബിക്കോസ് എന്താണ്, നമ്മൾ അതിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് നമ്മൾ അതിനെ മാറ്റി വെച്ച ഒരു കാര്യമാണ്. ദെൻ ദാറ്റ് ഈസ് പ്രൊക്രാസ്റ്റിനേഷൻ ഇൻ ടൈം മാനേജ്മെന്റ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ വരുന്നു. ടൈം മാനേജ്മെന്റിൽ വരുന്ന പ്രൊക്രാസ്റ്റിനേഷൻ ഇതാണ്. Then perfectionism, spending excessive time refining tasks beyond what's necessary. പെർഫെക്ഷന് വേണ്ടിയിട്ട് പെർഫെക്ഷനിസം എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ടാസ്ക് ഏറ്റെടുത്ത കാര്യം അതിൽ മാത്രം ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നു. ബിക്കോസ് നമുക്ക് അത് ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ വേണം. ഇങ്ങനെ പെർഫെക്ഷനിസം ഉള്ളത് കൊണ്ട്, പെർഫെക്ഷനിലോട്ട് ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം കൃത്യമായ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് മറ്റുള്ള ടാസ്കുകൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ അതാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് ഗോൾസ്, നമുക്ക് കൃത്യമായ ഗോൾസ് ഇല്ലാത്തത്. വർക്കിംഗ് വിത്തൗട്ട് എ ക്ലിയർ ഡയറക്ഷൻ, വേസ്റ്റ് എഫേർട്സ് ഓൺ ലോ ഇമ്പാക്ട് ടാസ്ക്. നമുക്ക് കൃത്യമായൊരു ഗോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈമിനൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായ ഗോൾ ഇല്ല. കാരണം നമുക്ക് ആ ഗോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു അർത്ഥം വരുന്നില്ല, അല്ലെങ്കിൽ അതിനും ഒരു കാര്യമില്ല. ബിക്കോസ് എന്താണ്, നമുക്കൊരു ഗോൾ ഇല്ല. നമ്മളിത് ഇങ്ങോട്ടാ പോകണമെന്നൊന്നുമില്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോകണം. എന്നാൽ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണോ? അല്ല, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലോ നമ്മുടെ ഗോൾ എന്ന രീതിയിലോ നമ്മുടെ കരിയർ ബേസ് ചെയ്തിട്ടോ അങ്ങനെ നമ്മൾ ഒന്നിനും ഫോക്കസ് കൊടുക്കാതെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഗോൾസ് ഇല്ലാത്തത് കൊണ്ടാണ്. ലാക്ക് ഓഫ് ഗോൾസ്. Then disorganization, losing time searching for files, emails or information. നമ്മൾ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെക്കാത്തത് കൊണ്ട്, നമ്മളൊരു കാര്യം, നമ്മുടെ ഫയൽസ് ആണെങ്കിൽ നമ്മൾ കൃത്യമായി എന്ത് ചെയ്തു വെക്കണം, നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇമെയിൽസോ ഇൻഫോർമേഷൻസോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിന് കൃത്യമായ ഒരു ഫോൾഡർ സെറ്റ് ചെയ്ത് ഓരോന്നിനും ഓരോ ഫോൾഡർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മളത് ഓർഗനൈസ് ചെയ്യുമ്പോൾ തന്നെ ആ രീതിയിലാണ് ഓർഗനൈസ് ചെയ്തതെങ്കിൽ നമുക്ക് ഓക്കെ 2024 ഫയൽസ് നമുക്ക് വേണം, then നമ്മൾ ജസ്റ്റ് 2024 എന്ന് അടിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ അവിടെ വരുന്നു. വെറുതെ എങ്ങനെ ഓരോന്നും യാതൊരുവിധ ഓർഗനൈസേഷനും ഇല്ലാണ്ട് അവിടെ എങ്ങനെ സേവ് ആയി വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവരിതിങ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും, ഓരോന്നും എടുത്ത് നോക്കേണ്ടി വരും. അതർവൈസ് നമ്മൾ ഇങ്ങനെ ഒരു ഫോൾഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വി നീഡ് സം ഡാറ്റാസ് അബൌട്ട് അവർ കമ്പനി ബേസ്ഡ് കാര്യങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് ഡാറ്റാസ് വേണം. നമ്മുടെ കമ്പനി നെയിം കൊടുക്കുന്നു, നമുക്ക് ഏത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ആണോ വേണ്ടത്, ആ ഒരു ഡാറ്റ ആണോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്, ആ ഒരു നെയിം അവിടെ കൃത്യമായി അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ദെൻ നമുക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ആ ഒരു ഫയലിന് ആ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ആ ഒരു കാര്യമോ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായി നമുക്കതിനെ കിട്ടും. ദെൻ അതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായി ഓർഗനൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം എടുക്കാൻ വേണ്ടി ഒരുപാട് സമയം തെരഞ്ഞ് ചിലപ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ഓരോന്നെടുത്ത് നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഡിസോർഗനൈസേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? അപ്പൊ നമ്മുടെ ഓരോ ഫയൽസിനും ഈച്ച് ആൻഡ് എവരിതിങ് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം, നമ്മൾ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. കൃത്യമായി ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം.
then that is എന്താണ് ടൈം വേസ്റ്റേഴ്സിലെ ഇന്റേണൽ ആയിട്ടുള്ള ടൈം വേസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനെയാണ്. എക്സ്റ്റേണൽ ടൈം വേസ്റ്റിംഗ് ഉണ്ട്, ഇന്റേണൽ ടൈം വേസ്റ്റിംഗ് ഉണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള ടൈം വേസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞതെല്ലാം. പ്രോക്രാസ്റ്റിനേഷൻ വരുന്നു, പെർഫെക്ഷനിസം വരുന്നു, ഡിസോർഗനൈസേഷൻ വരുന്നു, ലാക്ക് ഓഫ് ഗോൾസ് വരുന്നു. ഇതെല്ലാം എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ടൈം വേസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. Then what is external time wasters? External ആയിട്ടുള്ള ടൈം വേസ്റ്റേഴ്സ് എന്താണ്? എന്താണ് external time wasters? എക്സ്റ്റേണൽ ടൈം വേസ്റ്റേഴ്സ് എന്താണ്? ഇമ്പോസ്ഡ് ബൈ ഔട്ട്സൈഡ് സോഴ്സസ്. നമ്മൾ പുറത്തുള്ള സോഴ്സുകളെ നമ്മളെ എന്ത് ചെയ്യാണ്, നമ്മളെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും. അൺനെസസറി മീറ്റിംഗ്സ് വിത്തൗട്ട് ക്ലിയർ അജൻഡാസ് ഓർ ഔട്ട്കംസ്. ഒരാവശ്യമില്ലാണ്ട് വെറുതെ മീറ്റിംഗ് വെക്കുന്നു. കൃത്യമായ ഒരു അജണ്ടയൊന്നുമില്ല, വെറുതെ എന്താണ്, വെറുതെ ജസ്റ്റ് സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് നടത്തണം എന്നൊരു ഉദ്ദേശവും ഇല്ല, അതിന് കൃത്യമായ ഒരു ഔട്ട്കം ഇല്ല, ഒരു അജണ്ട ഇല്ല. ഈ രീതിയിൽ വരുന്ന മീറ്റിംഗ്സിന് വേണ്ടി നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടെ മുടങ്ങി പോകുന്നു. ഇതെന്താണ്, ഒരു ടൈം വേസ്റ്റർ ആണ്, എക്സ്റ്റേണൽ ടൈം വേസ്റ്റർ ആണ്. കോൺസ്റ്റന്റ് ഇമെയിൽസ് ആൻഡ് നോട്ടിഫിക്കേഷൻ റെഡ്യൂസ് ഫോക്കസ്. നമ്മൾ കൃത്യമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, ഇമെയിൽസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോക്കസിനെ കുറയ്ക്കാൻ സാധിക്കും, നല്ല ഫോക്കസ് നഷ്ടപ്പെടുത്തും. ദെൻ ഡിസ്ട്രാക്ഷന്റെ ടൈമില് ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സമയങ്ങൾ ഞാൻ പറയാറുണ്ട്. നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കുക. നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് കൃത്യമായി ഫോക്കസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക, സൈലന്റ് മോഡിലേക്ക് മാറ്റുക. അങ്ങനെ ഈ രീതിയിലൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫോക്കസ് കിട്ടും. കാരണം നമുക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ അതെന്താണ്, ഒരു എക്സ്റ്റേണൽ ടൈം വേസ്റ്റർ ആണ്. നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ള ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയ ആൻഡ് വെബ് സർഫിംഗ് ഡ്യൂറിങ് വർക്ക് ഹവേഴ്സ്. നമ്മുടെ വർക്ക് ഹവേഴ്സിൽ വരുന്ന സോഷ്യൽ മീഡിയ ആൻഡ് വെബ് സർഫിംഗ് എന്താണ്, ഏറ്റവും വലിയ എക്സ്റ്റേണൽ ടൈം വേസ്റ്റർ ആണ്. നോട്ട് ഓൺലി വർക്ക് ഹവേഴ്സ്, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ഹവേഴ്സിൽ മാത്രമല്ല, നമ്മുടെ മറ്റു പല സമയങ്ങളെയും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു വെബ് സർഫിംഗ് നമ്മളെ, സോഷ്യൽ മീഡിയ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയി പോകുന്നു, സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരുന്നു. വാട്ട് ഹാപ്പൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ വെബ് സർഫിംഗ് വരുന്നു, റീൽസുകൾ സ്ക്രോൾ ചെയ്ത് വിത്തിൻ 2 or 3 seconds നമ്മൾ നെക്സ്റ്റ് റീലിലോട്ട് കിടക്കുകയാണ്. അതെന്താന്ന് നോക്കാൻ പോലും നമുക്ക് സമയമില്ല. ആ രീതിയിൽ ജസ്റ്റ് ടൈം വെറുതെ വേസ്റ്റ് ചെയ്തു പോകുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, അതിനെല്ലാം വിട്ടുകൊണ്ട് അതിനെല്ലാം കൃത്യമായ ഒരു സമയം, ഇത് വേണ്ട എന്നല്ല, സോഷ്യൽ മീഡിയയിൽ കയറേണ്ട, വെബ് സർഫിംഗ് വേണ്ട, നമ്മൾ ഒന്നിലേക്ക് ഇൻവോൾവ് ആവേണ്ട എന്നല്ല, ഇതെല്ലാം വേണം. പക്ഷെ അതിനൊരു സമയം കൃത്യമായി അലൈൻ ചെയ്ത് വെച്ചിട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമ്മുടെ വർക്കിനെ ബാധിക്കുന്ന രീതിയിൽ ഇത് വരരുത്. നമ്മുടെ ഫാമിലി ടൈമില് ഈ ഒരു സോഷ്യൽ മീഡിയ സർഫിങ് വരരുത്. അതിനൊരു സമയം മാറ്റി വെക്കണം. എല്ലാത്തിനും കൃത്യമായൊരു സമയം ഉണ്ടായിരിക്കും. ആ സമയങ്ങളിൽ നമ്മൾ മാറ്റിവെക്കുന്ന സമയങ്ങളുണ്ടല്ലോ, നമ്മൾ കൃത്യമായി അലൈൻ ചെയ്ത് വെച്ചു, മാറ്റിവെച്ചു. ആ മാറ്റിവെക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും എന്തുണ്ടാവരുത്, നമ്മുടെ വെബ് സർഫിങ് കയറി വരരുത്, സോഷ്യൽ മീഡിയ കയറി വരരുത്. അതിനെ അവിടെ ടേൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റണം. ദാറ്റ് ഈസ്, അതെന്താണ്, എക്സ്റ്റേണൽ ടൈം വേസ്റ്റർ ആണ്. എക്സ്റ്റേണൽ ടൈം വേസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവുന്ന ആളുകളാണ്, നമുക്കത് ആവശ്യമാണ്. യെസ്, നമുക്കത് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ഇത് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയങ്ങളിൽ ഡെഫിനറ്റ്ലി അത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ. ഞാൻ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ സെഷൻ എടുക്കുന്ന സമയങ്ങളിലും ജസ്റ്റ് ഇവിടെ സെഷൻ എടുത്തോണ്ടേ ഇരിക്കുന്നു, ഇവിടെ സ്ക്രോൾ ചെയ്തോണ്ടേ ഇരിക്കുന്നു, then എനിക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിടെ ഡിസ്ട്രാക്ഷൻസ് വന്നില്ലേ?
കൂളായിട്ട് ഈ ഒരു സെഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കോ? അവിടെ ഡിസ്ട്രാക്ഷൻ വരികയല്ലേ? സോ ഞാൻ ആ ഒരു കാര്യത്തെ ഇവിടെ ടേൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഞാൻ ഈ ഒരു സെഷനിലേക്ക് കയറി വരാൻ. എന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഡിസ്ട്രാക്ഷൻ വരികയാണ്, എന്റെ ഫോക്കസ് നഷ്ടപ്പെടുകയാണ്, എനിക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫാക്റ്റ് ആണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സോഷ്യൽ മീഡിയ ആൻഡ് വെബ് സർഫിംഗ് നമ്മൾ അതാണ് ഒരു എക്സ്റ്റേണൽ ടൈം വേസ്റ്റർ ആണ്. അതിനെ മാറ്റി വെക്കണം. ഇന്ററപ്ഷൻസ് ബൈ അതേഴ്സ് ബ്രേക്ക് കോൺസെൻട്രേഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ മറ്റുള്ള ഇന്ററപ്ഷൻസ് വരുന്നത് നമ്മുടെ കോൺസെൻട്രേഷനെ ബ്രേക്ക് ചെയ്യും. നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ററപ്ഷൻസ് ഒന്നും ഇല്ലാതെ ചെയ്യേണ്ട വർക്ക്സ് ഉണ്ടായിരിക്കും. ആ സമയങ്ങളിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യമോ അവിടുന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. പിന്നെ അതിലേക്ക് നമുക്ക് വീണ്ടും ഫോക്കസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും. എഴുതുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായി ഈ ഒരു കാര്യം മനസ്സിലാകും. വാട്ട് ഈസ് ഇന്ററപ്ഷൻ എന്നുള്ളത്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എഴുത്തൊരു ശീലമുള്ളവരാണെങ്കിൽ കൃത്യമായി മനസ്സിലാകും എന്താണ് ഇന്ററപ്ഷൻ എന്നുള്ളത് മനസ്സിലാകും. യെസ് ഓർ നോ? നമ്മൾ ചെയ്യുന്ന വർക്ക് ടൈപ്പ് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ അവിടെ അത് തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? ജസ്റ്റ് കമന്റ് ബിലോ യെസ് ഓർ നോ. അങ്ങനെ ഉണ്ടാവാറില്ലേ? യെസ് യെസ് യെസ്. നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൃത്യമായി ഈ പറഞ്ഞ പോലെ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രൈക്ക് കിട്ടുന്നതായിരിക്കും, ഒരു ത്രെഡ് കിട്ടുന്നതായിരിക്കും. അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുത്ത് അതിലേക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും മറ്റെന്തെങ്കിലും ഇന്ററപ്ഷൻ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, എന്തെങ്കിലും സംതിങ് എൽസ് വരുമ്പോ നമുക്ക് ആ കിട്ടിയിട്ടുള്ള ത്രെഡ് ആണ് പോവും. then what happened? അത് അവിടെ ഇടും, പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കില്ല. എഴുതുന്നവരാണെങ്കിൽ അത് കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ അത് എടുക്കണമെങ്കിൽ ആ ത്രെഡ് അതേ ആ ഒരു വേവ് ലെങ്ത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ അപ്പൊ കിട്ടില്ല, പിന്നെ എപ്പോഴെങ്കിലും കിട്ടുക. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ മോസ്റ്റ്ലി ഇങ്ങനെ ആവും ഉണ്ടാവുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഇടയിൽ ഇന്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. നമ്മൾ ഈ പറഞ്ഞ പോലെ വെബ് സർഫിങ്ങും സോഷ്യൽ മീഡിയ അഡിക്ഷനും വെബ് സർഫിങ്ങും റീൽസിലെ ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് ബ്രെയിൻ ഫോഗിങ്. ബ്രെയിൻ ഫോഗിങ് നമ്മളിൽ ഉണ്ടാവും. ഈ ബ്രെയിൻ ഫോഗ് സംഭവിക്കുന്നതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, ഫോക്കസ് നഷ്ടപ്പെടുന്നു, എന്തൊക്കെയോ കാര്യങ്ങള് ബ്രെയിനിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. ഒരു പ്രഷർ കുക്കർ പോലെ എപ്പോ വേണേലും പൊട്ടിത്തെറിക്കാം എന്നുള്ള അവസ്ഥയിലാണ്. ഒന്നും കാര്യമായിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല. എന്നാ നിറഞ്ഞു നിൽക്കുക, റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകുന്നു, കാം ചെയ്തിരിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ സർഫിംഗ് അധികമാവുന്നതിലൂടെ, വെബ് സർഫിംഗ് അധികമാവുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാകും. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരുന്ന കുട്ടികളാണെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും. എക്സാം ടൈമിലോ മറ്റുമൊക്കെ ആയിട്ട് റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ പാട്ടുകളും ഇവർക്ക് കയറി വരും. അവരേറ്റവും കൂടുതൽ കാമായിരിക്കുന്ന, ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം കാമായിരിക്കും, അവർ കാമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ ഒരു സൂചി വീണ പോലും ഒരു സൗണ്ട് നമുക്ക് കൃത്യമായി കേൾക്കുന്ന രീതിയിലായിരിക്കും എക്സാം ഹാൾസ് ഉണ്ടായിരിക്കുക. ആ ഒരു സമയത്ത് ഇവരുടെ മൈൻഡിൽ വരുന്നത് അവര് അത്രയും ദിവസം പഠിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ സർഫിംഗ് ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിൽ വരുന്ന കംപ്ലീറ്റ് ട്രെൻഡ് ആയിട്ടുള്ള ഓരോ പാട്ടും കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. അത് ഈ ഒരു ബ്രെയിൻ ഫോഗിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ അതിന് കൃത്യമായ ഒരു സമയം മാറ്റി വെക്കാത്തത് കൊണ്ടും കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ടും ഇതാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. ഇതെല്ലാം നമ്മളിലെല്ലാം വരുന്ന ഒരു കാര്യമാണ്.
ഇപ്പോ ഈ ഒരു ട്രെൻഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ട്രെൻഡിനെ പിടിച്ച് പറഞ്ഞത്. ബിക്കോസ് ഒരു പാട്ട് വന്നു, അതൊരു ട്രെൻഡാണ്, ദെൻ അതിൽ ഇഷ്ടംപോലെ റീൽസ് കയറി വരികയാണ്. ആ ഒരു പാട്ടിൽ തന്നെ 1 2 അല്ല, റീച്ചിന് വേണ്ടി ഒരുപാട് 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 അങ്ങനെ വരുന്നു. ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിലെ ഓരോ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഇത് മുന്നിലുണ്ടാവും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നിലായിരിക്കും ഉണ്ടാവുക. ഇതായിരിക്കും ആദ്യം കയറി വരിക. എന്നാൽ അവിടെ ഒരു മത്സരമാണ്. ആദ്യം ആര് ഇതിനെ മാറ്റി നിർത്തിയിട്ട് വേണം അതിനെ തെരഞ്ഞെടുക്കാൻ, ആലോചിക്കാൻ, ചിന്തിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്ത് വരുന്നത്, ഇന്ററപ്ഷൻസിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഇടയിൽ നമുക്ക് ഇന്ററപ്ഷൻ വരുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. ഒരു ത്രെഡ് കിട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് സ്പോട്ടിൽ ചെയ്യണം. ആ ചെയ്യുന്ന സമയത്ത് ആ ഇന്ററാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ അത് അവിടെ ഇട്ടു. അവിടെ നമുക്കൊരു ഇന്ററപ്ഷൻ വന്നു, നമ്മൾ അത് അവിടെ ഇട്ടു. പിന്നെ നമുക്കത് എടുക്കാൻ തോന്നില്ല എന്നല്ല, പിന്നെ ആ ഒരു ത്രെഡ് അതേ വേവ് ലെങ്ത്തിൽ കൃത്യമായി അതേ അളവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. എപ്പോഴും ഇത് കൃത്യമായി വരില്ല. ഈ എഴുത്തുകാരൊക്കെ കണ്ടിട്ടുണ്ടോ, ഒഴിഞ്ഞു പോയി ഒരു സ്ഥലം, റൂമൊക്കെ എടുത്തിട്ട് അവര് അതിനു വേണ്ടി മാത്രം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അവരതിനു വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കുന്നു. അവരതിനു വേണ്ടി അവരുടേതായ സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ടില്ലേ? ബിക്കോസ് അവർക്ക് ഇന്ററപ്ഷൻ വരാതിരിക്കാനാണ്. അവർക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഡെഡ് ലൈനിന്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ടാസ്ക് അവർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇന്ററപ്ഷൻസ് വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൃത്യമായി മൂവ് ഓൺ ചെയ്തുകൊണ്ട്, അവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് വരെ കംപ്ലീറ്റ്ലി എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തുകൊണ്ട് അവരും അവരുടെ വർക്ക് മാത്രമായിട്ട്, കാരണം അവർക്ക് ത്രെഡ് കിട്ടിയിട്ടുണ്ടാവും, അത് നഷ്ടപ്പെടാൻ അവർ സമ്മതിക്കില്ല. ബിക്കോസ് അവർക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, അതിന്റെ മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർ അത് കൃത്യമായി ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു പാഷനോ അല്ലെങ്കിൽ അതൊരു നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ, അതവിടെ കിടക്കട്ടെ, നെക്സ്റ്റ് അതേ വേവ് ലെങ്ത്തിൽ എപ്പോ വരുന്നു അതിലേക്ക് വീണ്ടും കടക്കും. ഈ രീതിയിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. സോ ഇറ്റ്സ് ആൾ അബൌട്ട് പ്രയോറിറ്റീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ അതെ മാഡം. പിന്നെ നമ്മളിപ്പോ റീഡ് ചെയ്യുന്ന സമയത്താണ് ഈ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. ആ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് പല വഴിക്കും പോകും. അതാണല്ലോ നമ്മളിപ്പോ മനുഷ്യർ പൊതുവെ എല്ലാവരും നേരിടുന്ന പ്രശ്നം. പൊതുവെ ജെൻസിനാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. റീഡ് ചെയ്യാനുള്ള ഹാബിറ്റ് ഉണ്ടാവത്തില്ല. പിന്നെ എന്തെങ്കിലും PSC ഒക്കെ പോയിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് മൈൻഡ് പല വഴിക്കും പോവുക, ആ റീഡിനോടുള്ള കോൺസെൻട്രേഷൻ ഒക്കെ വിട്ടു പോവുക. അപ്പൊ അത് മാർക്കിലും പല സ്ഥലത്തൊക്കെ എഫക്ട് ചെയ്യല്ലോ. നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൃത്യമായ അലൈൻമെന്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ സ്ട്രെസ് കൂടുതൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് കൃത്യമായി ചെയ്യാനുള്ള ആ ഒരു സാവകാശം നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം നമ്മൾ പ്രോപ്പറായി മാനേജ് ചെയ്യപ്പെടുന്നില്ല, നമുക്ക് എന്തൊക്കെയോ മിസ്സായി പോകുന്നു. ഇതെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ് ആയി പോവുക. നോട്ട് ഓൺലി ഫോർ മെൻ ഓർ വുമൻ, അത് വുമൺ ആയതുകൊണ്ടോ മെൻ ആയതുകൊണ്ടോ എന്നല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളിലെന്നല്ല, ഇത് എല്ലാവരിലും ഒരുപോലെയാണ്. സ്ട്രെസ്ഡ് ഔട്ടിലായിട്ടുള്ള ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും കൃത്യമായി ഫോക്കസ് നഷ്ടപ്പെടും. കൃത്യമായൊരു ഫോക്കസ് ഇല്ലാതെ ഈ പറഞ്ഞ പോലെ റീഡിങ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവർക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അത് അവർ സ്ട്രെസ്ഡ് ആയതുകൊണ്ടും കൃത്യമായി അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി പോകുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം അവിടെ വരുന്നത് കൊണ്ടാണ്. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കും, പല തരത്തിലുള്ള റീസൺസ് ഉണ്ടായിരിക്കും. എവറിത്തിങ് വിൽ ഹാവ് എ റീസൺ. ദെൻ അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകണം. ടൈം മാനേജ്മെന്റ് കൃത്യമായി ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുവിധം നമ്മുടെ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാനെങ്കിലും സാധിക്കും. നമ്മൾ ഓരോന്നിനും പിന്നാലെ പോവാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നു, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും അവരുടെ രീതികൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമായിരിക്കും, അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ഇതെല്ലാം മാറ്റിയെടുക്കാനും നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോവാൻ.
അതുകൊണ്ടാണ് ഈ ഒരു ഫോക്കസിന്റെ പ്രശ്നം വരുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇന്റേണൽ ടൈം വേസ്റ്റിങ്ങിനെ പറ്റി സംസാരിച്ചു, എക്സ്റ്റേണൽ ടൈം വേസ്റ്റിനെ പറ്റി സംസാരിച്ചു. ഇമ്പോർട്ടൻസ് ഓഫ് അഡ്രസ്സിങ് ടൈം വേസ്റ്റേഴ്സ്. നമ്മൾ ടൈം വേസ്റ്റിങ്ങിനെ അഡ്രസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഐഡന്റിഫൈയിങ് ആൻഡ് മിനിമൈസിംഗ് ദ ടൈം വേസ്റ്റേഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ബെറ്റർ ഫോക്കസ്, ഗോൾ അച്ചീവ്മെന്റ് ആൻഡ് ഇംപ്രൂവ്ഡ് വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ ഗോൾ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള ഫോക്കസിന് വേണ്ടിയിട്ട് എല്ലാം എന്താണ്? ടൈം വേസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ കുറച്ചു കൊണ്ടുവരലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മുടെ ടൈം വേസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം, അതിനെ മിനിമൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൃത്യമായ ഓരോ കാര്യങ്ങളിലും ഫോക്കസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ബോത്ത് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഇന്റേണൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും. then അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് എന്ത് തന്നെയാണെങ്കിലും, ചില പ്രോബ്ലംസ് ആയിരിക്കും, ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണോ ഇതെന്നുള്ളത്, നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് ട്രോമാസ് ഉണ്ട്, ദെൻ നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുന്നു. ദെൻ ഇറ്റ് മേ ബി എ റീസൺ ഓഫ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് കാരണമായിരിക്കും, ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാരണമായിരിക്കും, നമുക്ക് നമ്മളിൽ നിന്നും എന്തെല്ലോ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, എന്തെല്ലോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നു. ദെൻ ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഒരു യാന്ത്രികമായി മാറുന്നു, കൃത്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു. നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനിൽ ഇത്ര ഭാഗങ്ങളാണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ടൈം മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. ടൈം വേസ്റ്റേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ടൈം വേസ്റ്റേജ്, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യപ്പെടാൻ കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിന്റെ റെസ്റ്റ് ഓഫ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനുകളിലായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിലോട്ട് ഇത് മാറ്റിയെടുത്തത്. ഓരോ സെഷൻ എടുക്കുമ്പോഴും ഡിസ്ട്രാക്ഷൻസിനെ പറ്റി പറയുമ്പോഴും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള എൻക്വയറി ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇതിലേക്ക് ഫോക്കസ് കൊടുക്കാനുള്ള റീസൺസ്. ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സ്ക്രീൻ ഷെയറിങ്ങിലൂടെയൊക്കെ വരുന്നത്, അല്ലെ? അത് അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് പോകണം എന്നുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ്. വേസ്റ്റ് ആയി പോകരുത്, നമ്മുടെ ടൈം, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എഫേർട്സ് ഒന്നും വേസ്റ്റ് ആയി പോകരുത്. അത്രയും നല്ല ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതെല്ലാം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അത്രയും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഈ ഒരു സെഷൻ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെഷൻസ് കഴിയുന്നതിലൂടെ പിന്നീട് ഒരിക്കലും ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇവിടെ ഈ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്തവര്, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ്സ് കേൾക്കുന്നവര്, ലൈവ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും റെക്കോർഡിൽ കേൾക്കുന്നവരാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരിക്കലും പിന്നീട് പറയാൻ പറ്റരുത് എനിക്കത് എന്താ പറയാ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്, എവിടെ തുടങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ രീതിയിലുള്ള ഒരു എക്സ്ക്യൂസസും പിന്നീട് വരരുത്. സോ ദെൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊരു സ്ക്രീൻ ഷെയറിങ്ങും BPT എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. സോ നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്കിന്റെ ഇത്രയും പോർഷൻസ് വരുന്നത് ഈ ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റും വാട്ട് ഈസ്
ടൈം മാനേജ്മെന്റും ദെൻ നമ്മുടെ ടൈം വേസ്റ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ ടൈം മാനേജ്മെന്റ് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും, ടൈം വേസ്റ്റേഴ്സും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഈ പറഞ്ഞ പോലെ ഇതിൽ ഡൗട്ട്സ് വരികയാണ്, അല്ലെങ്കിൽ ടൈം വേസ്റ്റേഴ്സിനെ പറ്റി മറ്റെന്തെങ്കിലും ടൈം വേസ്റ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൽ, ഞാൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പറഞ്ഞു, ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും അതിന് പുറമെ ടൈം വേസ്റ്റിംഗ് വരുന്നുണ്ട്, വേസ്റ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്, സോ അതന്നെ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഡെഫിനറ്റ്ലി അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. നമ്മളെ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും, ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് ഇത് ചെയ്യണം. പക്ഷെങ്കിൽ നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കത് രാവിലെ എണീക്കുന്നതിലായാലും ലേറ്റ് ആകുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസും ടൈം വേസ്റ്റേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ മുന്നോട്ടുള്ള സെഷനുകളിൽ നമ്മൾ ഇതിനെല്ലാം എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ആകത്തുക എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രയോറിറ്റി ആണ്. നമുക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഒന്നും നമ്മളെ ബാധിക്കില്ല, ഒരു എക്സ്ക്യൂസസും നമുക്ക് ഉണ്ടാവില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. പ്രയോറിറ്റി ഉണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് പ്രയോറിറ്റീസ്. അവിടെ നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി വെക്കില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ വെറുതെ ഇരിക്കുകയല്ലല്ലോ, ഒന്നും ചെയ്യാതെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്ക്യൂസസ് പറയുന്നതിൽ കാര്യമുണ്ട്. അവര് മെന്റലി സ്റ്റേബിൾ അല്ല, അവർക്ക് കൃത്യമായ തെറാപ്പീസോ ആവശ്യമുള്ളതായിട്ട് വരും. അവർ മെന്റലി സ്റ്റേബിൾ അല്ല. ദെൻ ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവര്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരതിന്റെ മെഡിസിൻസും മറ്റു കാര്യങ്ങളുമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാതരം ഡിസ്ട്രാക്ഷൻസും ബുദ്ധിമുട്ടുകളും. ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മെന്റൽ ഹെൽത്ത് ഓർ ഫിസിക്കൽ ഹെൽത്ത്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഏതാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനും നമ്മൾ എക്സ്ക്യൂസസ് പറയുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കത് പ്രയോറിറ്റി ഇല്ല, നമ്മൾ അത് ചെയ്യുന്നതിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ, നമ്മൾ പ്രയോറിറ്റി ഉള്ള കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്ക്യൂസസ് ഉണ്ടാവില്ല, നമ്മളത് കൃത്യമായി ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. നമ്മൾ ടൈം മാനേജ്മെന്റ് പഠിച്ചതിലൂടെയോ ഗോൾ സെറ്റ് ചെയ്തതിലൂടെയോ ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണലി ചെയ്ത് വെക്കാൻ പറ്റും. ടു ഡു ലിസ്റ്റും പ്ലാനറും എല്ലാം സെറ്റ് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ എന്തിനോ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു. ഓക്കെ, ഞാനും ടൈം മാനേജ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കും ഇതെല്ലാം അറിയാം, എനിക്കിതെല്ലാം വേണം, ജസ്റ്റ് ബോധിപ്പിക്കാൻ വേണ്ടിയോ പറയാൻ വേണ്ടിയോ മാത്രം ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ എക്സ്ക്യൂസസ് വരുന്നു. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ആണ് ഇതെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറിയ കുട്ടികളുടെ കാര്യം വരികയാണെങ്കിൽ, ഇപ്പൊ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ കാര്യം വരികയാണെങ്കിലും, നമ്മള് നോർമലി നമുക്ക് അലാം വെക്കാണ്ട് കൃത്യമായി അലാം അടിക്കാതെ എഴുന്നേൽക്കാൻ പറ്റില്ല. അലാം അടിച്ചാലും എഴുന്നേൽക്കാൻ പറ്റില്ല, അടിച്ചതുപോലും അറിയുന്നില്ല. ബിയോണ്ട് അവർ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് നമുക്ക് ഓക്കെ ആണ്, ഹെൽത്ത് ഓക്കെ അല്ലാത്ത സാഹചര്യങ്ങൾ ഇതെല്ലാം സംഭവിക്കാം. നമ്മള് ഒന്നും അറിയാത്ത അവസ്ഥയിലോട്ട് ഇറങ്ങി പോവാം. ബോത്ത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇതല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് വരികയാണ്? അലാം വെക്കാതെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അലാം വെച്ചിട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എക്സ്ക്യൂസസ് വരുന്നത്
പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ടും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടുമാണ്. അപ്പൊ നമ്മളാണ് അതിനെ നമുക്ക് എന്താണ് പ്രയോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണോ, ബുദ്ധിമുട്ട് ചെയ്യണോ, കഷ്ടപ്പെട്ട് ചെയ്യണോ, ഇഷ്ടപ്പെട്ട് ചെയ്യണോ എന്ന് പറയുന്ന പോലെ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആൻഡ് വാട്ട് ഹാപ്പൻ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ പറഞ്ഞ പോലെ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് നമുക്ക് ഓക്കെ ആണെങ്കിൽ, രണ്ടും നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമുക്ക് വേണ്ടത്. അതർവൈസ് നമുക്ക് മറ്റുള്ള രണ്ട് കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. ഐഡന്റിഫൈ ചെയ്യണം വാട്ട് ഇറ്റ് ഈസ്, എന്താണത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ടൂർ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് നാളെ കൃത്യമായി ഇത്ര സമയമാവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇത്ര സമയമാകുമ്പോഴേക്കും ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മൊമെന്റിന് വേണ്ടി. സാധാരണ നമ്മളൊരു 10 പ്രാവശ്യം വിളിച്ചാൽ പോലും എഴുന്നേൽക്കാത്ത നമ്മുടെ കുട്ടികള് ഒരൊറ്റ വിളിയിൽ ചാടി എഴുന്നേറ്റിരിക്കുന്നത്. ബോത്ത് വി ആർ പാരന്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുവരെ ഒരു 100 പ്രാവശ്യം വിളിച്ചാൽ പോലും കുട്ടികൾക്ക് എഴുന്നേൽക്കാൻ മടി ഉണ്ടായിരിക്കും. അവർ പറയും ഞാനൊരു 5 മിനിറ്റ് കിടക്കട്ടെ, 2 മിനിറ്റ്, 1 മിനിറ്റ്, 1 മിനിറ്റ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ടാവും. ജസ്റ്റ് 1 മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടക്കട്ടെ, എന്നിട്ട് ഞാൻ എഴുന്നേൽക്കാൻ പറയുന്നുണ്ടാവും. കാരണം അത്രയും അവർ ആ ഒരു ഉറക്കത്തിലേക്ക് ഇറങ്ങിപ്പോയി ഇരിക്കുന്ന സമയം എഴുന്നേൽക്കാൻ മടിയായിരിക്കും. ഈ രീതിയിൽ കുട്ടികളുണ്ടാവും. പക്ഷെ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അവരത്രയും അതിലേക്ക് അവർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നതിലൂടെ അവർ എഴുന്നേറ്റുണ്ടാവും. ഒന്നും വേണ്ടാതെ അവര് നേരത്തെ എഴുന്നേറ്റ് നമ്മളെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. നമ്മളെക്കാൾ നേരത്തെ അലാം വെക്കുന്നതിന് മുന്നേ കൃത്യമായി ഇതെല്ലാം സമയം പോലും അവരുടെ ഉള്ളിൽ ഇത് കിടക്കുകയാണ്. സോ അവരെഴുന്നേറ്റ് നമ്മളെ വിളിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പാരന്റ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പൻ. അതാണ് സംഭവിക്കുന്നത്. സോ ഇഷ്ടപ്പെട്ട് ചെയ്യണോ കഷ്ടപ്പെട്ട് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അണ്ടർസ്റ്റാൻഡ്? ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ടാവുമെന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ടാവും. ഒരിക്കലും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ടാവില്ല. കഷ്ടപ്പാടുകൾ എന്തെങ്കിലും നമുക്ക് ഇല്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ആവില്ല, നമ്മൾ ബേൺ ഔട്ട് ആയി പോവില്ല. കഷ്ടപ്പാട് ഏതൊരു കാര്യത്തിനുണ്ടാവും. കഷ്ടപ്പെടാതെയോ ബുദ്ധിമുട്ടാതെയോ എഫേർട്ട് എടുക്കാതെയോ ഒന്നും സാധ്യമല്ല. എല്ലാത്തിനും അതിൻ്റെതായ എഫേർട്സുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിലൊരു എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാൻ, നമ്മൾ ബേൺ ഔട്ട് ചെയ്ത് പോവാൻ, നമുക്ക് ബേൺ ഔട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ദെൻ ദാറ്റ് ഈസ് പാഷൻ. നമ്മുടെ പാഷനെ മുറുകെ പിടിക്കുന്നത്. എനിക്ക് അതൊരു പേടിയില്ലാത്ത മനുഷ്യനാണത്. ഇപ്പം മരിച്ചോലെ പേടി, അങ്ങനത്തെ മരണം, അങ്ങനത്തെ ഒരു പേടിയില്ല. പക്ഷെങ്കില് ഭാവിയെ കുറിച്ച് മാത്രം ഒരു പേടി, അതാണ് ആകെയുള്ള ഒരു പേടി. രാത്രിയൊക്കെ ഉറക്കത്തിലൊക്കെ എണീച്ചു പിന്നെയൊക്കെ എന്താവും ഫ്യൂച്ചർ, നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ മറ്റുള്ളവരൊക്കെ എന്താവും, അങ്ങനത്തെ ഒക്കെ ഓരോ തോട്ട്സ് ആണ്. അത് മാത്രമേ ആകെ ഒരു പേടി എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറൊരു കാര്യത്തില് ഒരു പേടിയില്ല. അതിപ്പോ പാതിരാക്ക് പോകാൻ പറഞ്ഞോളൂ, ഞാൻ എവിടെ വേണമെങ്കിൽ പോകും. ഓക്കെ, നമുക്ക് അതിനുള്ള എന്താന്ന് വെച്ചാൽ നമ്മള് ശീലമാക്കുക. എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശീലമാകുക. നമ്മൾ അതിനെ നമ്മളെ തന്നെ മാറ്റി എടുക്കുക. അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ദെൻ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക. ദെൻ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരേണ്ടതാണ് എന്ന് വിശ്വസിക്കുക. പിന്നെ നമുക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ഏത് തരം പ്രശ്നമാണെങ്കിലും അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനെയും കൂളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് പാഷനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഹൗ ടു ഫൈൻഡ് അവർ പാഷൻ. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവിടെ മറ്റുള്ള ഡിസ്ട്രാക്ഷൻസിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുക. നമുക്ക് അവിടെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നില്ല, ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് അതൊരു പാഷൻ ആയതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാഷൻസ് ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ മുമ്പുണ്ടായിരുന്ന പാഷൻ ആയിരിക്കില്ല ഫീലിംഗ് ഹാപ്പി വെൽ ഡൂയിങ്. നമ്മൾ മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കില്ല ഇപ്പോ ഉണ്ടാവുക. നമ്മൾ ഇതിനെപ്പറ്റി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് പോലും നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നതാണ്. ഓരോ പ്രാവശ്യവും ഓരോ സമയത്തും ഉള്ള പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഇതെല്ലാം മാറി മറിഞ്ഞു വരും. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് ഇറങ്ങി നമുക്ക് ഒരു 1 hour 2 hours 3 hours എത്ര സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്താൽ നമ്മൾ ക്ഷീണിക്കുന്നില്ല. നമ്മൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണ്. ആ ഒരു സംഭവം ആ ഒരു വാട്ട് എവർ ഇറ്റ് ഈസ് അത് കഴിയുന്നതിലൂടെ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് ദ പീക്ക് ഓഫ് എത്രത്തോളം നമുക്കത് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ പാഷൻ ആയതുകൊണ്ടാണ്. നമ്മൾ എത്രത്തോളം അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നതിലൂടെയാണ്. അത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് സ്ട്രെസ്ഡ് ആണ്, നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാഷൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം. അണ്ടർസ്റ്റാൻഡ് ഈ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ളത്. മറ്റൊരാൾ തരുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആവുക, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോഴാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഇതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇൻ കേസ് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെന്റർ സപ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണ്ടി വരും. ദെൻ എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ ഒരു വേവ് ലെങ്തിലോ ഒക്കെ അറിയാൻ പറ്റുന്ന നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ വാട്ടെവർ ഇറ്റ് ഈസ് ആരാണെങ്കിലും അവരോട് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അത് ഏത് രീതിയിൽ നമുക്ക് കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ലാണ്ട് കൃത്യമായി നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളോട് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ പാഷനെ കണ്ടെത്താൻ പറ്റും. ദെൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ പാഷനാണോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് നമ്മളെ സെൽഫ് ടോക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യം അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന കാര്യം ഇങ്ങനെയൊന്നും അല്ല, ഇപ്പോ ഞാൻ ഇതാണ് ചെയ്യുന്നത്, സോ തന്നെ അതെന്റെ പാഷൻ ആയിക്കൂടായില്ല, അങ്ങനെയൊന്നുമില്ല. അത് മാറി മറിഞ്ഞു വരും. നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റണം, നമ്മൾ അതിൽ ഓക്കെ ആവണം. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് അത്രയും പീക്കായിരിക്കണം, നമ്മൾ കംഫർട്ട് ആയിരിക്കണം. അങ്ങനെ ഇതെല്ലാം ഒത്തുചേർന്ന് വരുന്ന രീതിയിൽ ഇത് നമുക്ക് അതിൽ ഏൺ ചെയ്യാൻ പറ്റണം. എല്ലാം നമുക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മുടെ ഫാമിലി ടൈം അതിൽ ലഭിക്കണം. ഇങ്ങനെ എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാഷൻ ആയതുകൊണ്ടായിരിക്കാം. അത് കണ്ടുപിടിക്കേണ്ടതും നമ്മൾ സെൽഫ് ടോക്കിലൂടെ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് കണ്ടുപിടിക്കാം. അതർവൈസ് നമ്മുടെ മെന്റേഴ്സിനോട് ചോദിക്കാം. അതർവൈസ് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ അതേ വേവ് ലെങ്തിൽ നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി കേൾക്കുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് തിരിച്ച് അതേ രീതിയിലുള്ള അഡ്വൈസ് തരാൻ സാധിക്കുന്ന ആളുകളായിട്ട് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അതിനൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? അതെ അതെ. നമുക്ക് ഫ്രണ്ട്സിന്റെ ഗ്യാങ് ഒക്കെ കുറവാണ്. നമുക്ക് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ശരിക്കും കൂട്ടാൻ എന്താ നമ്മൾ ചെയ്യുക? ഓക്കെ, ഫ്രണ്ട്സിന്റെ ഗ്യാങ് ക്ലിയർ ആയില്ല. കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഫ്രണ്ട്സ് ഒക്കെ കുറവാണ് പൊതുവെ. നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് സൗഹൃദം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ സൗഹൃദ ിലൂടെയാണ് സൗഹൃദങ്ങൾ വരുള്ളൂ. എവറിത്തിങ് നമ്മൾ എന്തിനു വേണം? എല്ലാതും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിനെ എഫേർട്ട് എടുക്കേണ്ടി വരും. മേ ബി നമ്മൾക്ക് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ട് വേണ്ടി വരും. അവരുടെ കാര്യങ്ങൾ നമ്മൾ
ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ദെൻ കുറേ സൗഹൃദം വേണം, ഒന്നും വേണ്ട, കുറച്ച് വേണം, കുറച്ച് മതി. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും, പ്രയോറിറ്റി ആണ്. ചില ആളുകൾക്ക് മേ ബി ഒരു ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് തിങ്സ് എന്ന് പറയുന്ന പോലെ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരിക്കും, വളരെ ലിമിറ്റഡ് ആയിരിക്കും, അവരതിൽ ഹാപ്പി ആയിരിക്കും. അവർക്ക് കുറെ സൗഹൃദം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ ഫ്രണ്ട്സിന്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഡെഫിനറ്റ്ലി ദേ വിൽ ബേൺ ഔട്ട്. അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലൂടെ പോകുന്നതായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുക, കുറച്ചുള്ളതിനേക്കാൾ. അവർക്കെല്ലാം ഒരുപോലെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരായിരിക്കും. ഇതെല്ലാം അതിനെ ബേസ് ചെയ്തിട്ട് പോരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പാഷനെയോ നമ്മുടെ വർക്കിനെയോ നമ്മുടെ ഡ്യൂട്ടീസിനെയോ നമ്മുടെ റിലേഷൻഷിപ്സിനെയോ ഇതിനെയൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മുടെ കരിയർ ഫോക്കസ് ഇതിനൊന്നും ഡിസ്ട്രാക്ഷൻ വരാത്ത രീതിയിൽ സാധിക്കണം. നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ അവർ ഇങ്ങോട്ടും നമ്മളെ മനസ്സിലാക്കുന്ന വേവ് ലെങ്ത് ഉള്ള ഈ രീതിയിൽ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക. അല്ലാണ്ട് ഒരുപാട് ഫ്രണ്ട്സ് വേണം, കുറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, അങ്ങനെയല്ല. നമ്മളെ കൃത്യമായി മനസ്സിലാക്കുന്ന, നമ്മളെ അതേ പറയുന്ന കാര്യങ്ങൾ അതേ വേവ് ലെങ്ത്തിൽ എടുക്കുന്ന, നമ്മളെ ജഡ്ജ് ചെയ്യാതെ കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തും പറയാൻ പറ്റുന്ന സാഹചര്യമുള്ള കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി നല്ല കാര്യമാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത്, ബേൺ ഔട്ട് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും. നമ്മുടെ ടഫ് സിറ്റുവേഷൻസിൽ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് വി ആർ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിലൂടെ ഉണ്ടായിരിക്കില്ല, നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, അവരെ കണക്ട് ചെയ്യണം. അവരുടെ ടഫ് സിറ്റുവേഷൻസിലും ടഫ് ടൈമിങ്ങിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം, തിരിച്ചും അതുപോലെ ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം ഒരു ബോത്ത് കണക്ഷൻ ആണ്, നമ്മുടെ റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിന്റെ ഭാഗമായി, കൃത്യമായി കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി വരുന്ന കണക്ഷൻ ആണ്. അവിടെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജഡ്ജിങ് ഒഴിവാക്കുക. ഓക്കെ, നമ്മൾ ഒരാവശ്യമില്ലാണ്ട് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഒഴിവാക്കുക. മറ്റൊരു കാര്യം എന്താണ്, ഗോസിപ്സ് ഒഴിവാക്കുക. ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വാൾ ബിൽഡ് ചെയ്യുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കും നല്ലൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിരിക്കും. Then next, anything else? നമ്മൾ മുന്നോട്ടെടുത്ത് വെക്കുന്ന ഓരോരോ ചുവടുകൾ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കാൻ എന്താ ചെയ്യാതെ, നമ്മളിപ്പം ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുക, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സഹപ്രവർത്തകർ അതിന് പറ്റിയ മെന്റാലിറ്റിയിൽ ഉള്ളവരെ കിട്ടുക, അതിനൊക്കെ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൃത്യമായ ദൃഢനിശ്ചയം കൊടുക്കുക. ഞാൻ എന്ത് തന്നെ ആയാലും മുന്നോട്ടെടുത്ത വെച്ച കാൽ പിന്നോട്ടെടുക്കില്ല എന്നുള്ള കൃത്യമായൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കുക. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഗോൾ, നമ്മുടെ ഡയറക്ഷൻ നമ്മളെ കൃത്യമായി ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രയോറിറ്റൈസ് ചെയ്യുക, ദെൻ വിഷ്വലൈസ് ചെയ്യുക, അഫർമേഷൻസ് ചെയ്യുക. ഇതെല്ലാം എന്താണ്, എല്ലാം സ്മൂത്തായി പോവാൻ പറ്റുന്ന, സഹായിക്കുന്ന കാര്യങ്ങളാണ്. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടോ? ഓർ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ബാക്കി റെസ്റ്റ് പാർട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എടുക്കാവുന്നതാണ്. താങ്ക് യു. ഓക്കെ, മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. മനസ്സെപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാ? വൺ മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ് കേട്ടോ. മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശീലമാക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, എന്താണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ അടുത്തത് എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം, നമുക്ക്
വി ആർ അലൈവ്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അല്ലെ, നമുക്ക് ജീവനോടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ്സിനെ എണ്ണിക്കൊണ്ടിരിക്കുക. ഓൾവേസ് നമ്മുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണോ ഓരോന്നിനെ തിരഞ്ഞെടുത്തുണ്ടാ. നമുക്ക് പരാതികൾ ഉണ്ടായിരിക്കും, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ടഫ് സിറ്റുവേഷൻസിലൂടെ പോകുന്നുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്തും നമുക്ക് കിട്ടുന്ന പലതരം ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. പലതരം ബ്ലെസ്സിങ്സ് അത് നമ്മൾ നോക്കിയാലേ കാണുള്ളൂ. അതിനെ നമ്മൾ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ബ്ലെസ്സിങ്സിനെ എണ്ണിക്കൊണ്ടിരിക്കുക, അതിനെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഫുൾഫിൽനെസ്, മൈൻഡ് ഫുൾഫിൽനെസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഹാപ്പി ആയി പോകാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാം. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന, നമുക്ക് സ്ട്രെസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും, ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നോ അറ്റ്മോസ്ഫിയറിൽ നിന്നോ നമുക്ക് മാറി നിന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സാഹചര്യങ്ങളെയും മാറ്റിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും. ദെൻ അതിന്റെ ഇടയിൽ വന്നു പോകുന്ന ഏതൊരു കാര്യമാണെങ്കിലും അക്സെപ്റ്റ് ദാറ്റ്, അതെല്ലാം നമ്മളിലേക്കുള്ള കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുക. നമുക്ക് ഏകിയതാണ് നമുക്ക് വരുന്നത്. അതിൽ കുറെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം, ഗ്രേറ്റ്ഫുൾ ആവുക. ദെൻ അതിന്റെ ഇടയിൽ വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളല്ലേ, എന്നും ഇതുപോലെ ഇന്നും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപോലെ ഒരേ പാറ്റേണിലായിരിക്കില്ല മുന്നോട്ട് പോവുക. അതിൽ വിശ്വസിക്കുക. ദെൻ ഹാപ്പി ആയിട്ട് പോവുക. നമ്മൾ ഹാപ്പി ആവുമ്പോ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഹാപ്പി ആവുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവുന്നു, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഓക്കെ ആവുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടി പോസിറ്റീവായി മാറുന്നു, നമ്മുടെ ചുറ്റുമുള്ളവരിൽ ആ പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവുന്നു, നമ്മളിൽ സ്പ്രെഡ് ആവുന്നു. ഇതെല്ലാം നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ദെൻ പിന്നെ ഈ പറഞ്ഞ പോലെ റെക്കോർഡിങ്ങിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും റെക്കോർഡ് അവൈലബിൾ ആണ്. അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു ഡൗട്ട്സ് മാം. ഉണ്ടെങ്കിലോ താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ഇന്ന് പഠിച്ചതിൽ തന്നെ പിന്നെ നമ്മൾ ഓരോ കാര്യവും ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ പിന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ നമ്മളോട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് മനസ്സിലായത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആണ്. അതായത് ഈ ക്ലാസ് നമുക്കൊരു സമയം വേസ്റ്റ് ആകുന്നില്ല. അതായത് ഇപ്പൊ മാഡത്തിന്റെ കൂടെ നമ്മൾക്ക് ഒരു മണിക്കൂർ ഇപ്പൊ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റ് ആകുന്നില്ല. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോ വേറെ പല ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാ കേൾക്കുന്നത് നല്ലൊരു ചിന്താഗതിയായിരിക്കും. പക്ഷേ മാഡം അത് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഇന്ന് തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മളെ മിസ്റ്റേക്കുകൾ എന്താണ്, നമുക്ക് ഇനി മുന്നോട്ട് വരുത്തേണ്ട കാര്യങ്ങൾ എന്താണ്, നമുക്കത് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി വരുന്നുണ്ട്. അത് ഒരു മാഡത്തിന്റെ കയ്യിൽ നിൽക്കുന്ന വലിയൊരു ക്ലാസ് ആണ്. ഇത്ര പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് വേറെ ഒന്നും കിട്ടാറില്ല. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ഫീഡ്ബാക്ക്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതെല്ലാം കേൾക്കുന്നത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഓക്കെ ദെൻ. സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ആക്റ്റീവ് ലിസണിങ് ആൻഡ് ആക്റ്റീവ് ഹിയറിംഗ്. നല്ല രീതിയിൽ ലിസൺ ചെയ്തതിനും കേട്ടതിനും ഇന്ററാക്ട് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു. ദെൻ ഇതിന്റെ ബാക്കി പാർട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കി പാർട്ട് വരുന്നുണ്ട്. അപ്പൊ അത് അടുത്ത സെഷനുകളിലായിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതെല്ലാം ഒരുപോലെ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വരുന്ന സെഷനുകളിലും ചോദിക്കാം. അതുപോലെ തന്നെ ഇനി ഇതിന്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. റെക്കോർഡുകളിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you for active listening and active hearing. Have a wonderful and nice day. Hope everything will be all right. Okay then നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ബൈ. ഇൻഷാ അല്ലാ.